ഇപ്പൊ പലപ്പോഴും ചില സിനിമകൾ അത്ര വിജയം അർഹിക്കുന്നില്ല എന്ന് ആസ് എൻ ഓഡിയൻ നമുക്ക് തോന്നും. അത്തരത്തിലുള്ള മൂവീസിനൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത് പൊളിറ്റിക്സിലാണ്. PR മാർക്ക് സുക്കർബർഗ് അടുത്തൊരു പ്രോഡക്റ്റ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ ചെയ്യുന്നതിന്റെ അത്രയും എഫേർട്ട് പുള്ളിക്ക് എടുക്കേണ്ടി വരില്ല ആ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടി. കേരളത്തിലുള്ള ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കണ്ടന്റ് ക്വാളിറ്റി ഏറ്റവും ഡെപ്ത്, അതിനൊരു ജീവൻ തോന്നിയത് മുസാഫറിന്റെ കണ്ടന്റാണ്. പുതുതായിട്ട് ഒരു പേഴ്സണൽ ബ്രാൻഡ് അല്ലാത്ത ഒരാള് പുതിയൊരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ അയാൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാ? അയാളുടെ ബ്രാൻഡിനാണോ പേഴ്സണൽ ബ്രാൻഡ്? ആദ്യം അയാളുടെ ബ്രാൻഡിനാണ് കൊടുക്കേണ്ടത്. ആ ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള ബ്രാൻഡിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വേണം അതിന്റെ അണ്ടറിൽ നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡിങ് സ്റ്റാർട്ട് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളത് നല്ല സ്ട്രാറ്റജിയാണ്. ഓക്കെയാണ്, രണ്ടും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം. അപ്പൊ അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് സമയലാഭമാണ്. ഉദാഹരണം, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ഷൂട്ട് ഒന്നിച്ച് നടക്കും. മാത്രമല്ല ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ തന്നെ സ്വാഭാവികമായിട്ടും ആ ബ്രാൻഡ് വളരും. എന്ത് തന്നെയായാലും നമുക്ക് ബ്രാൻഡും പേഴ്സണൽ ബ്രാൻഡും വേണം. ഏതൊരു ബ്രാൻഡ് ആയാലും ആ ബ്രാൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ ഫേസ് ആവശ്യമാണ്. അതെ, അവിടെ നമുക്ക് ഒന്നുകൂടെ ട്രസ്റ്റ് ഉണ്ടാവും. അതായത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഫെമിലിയറായ ആൾക്കാരുടെ ഫേസ്, അവരോടുള്ള ഒരു ട്രസ്റ്റും അവരൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പോഴുള്ള ട്രസ്റ്റും. അതായത് ഇപ്പൊ മാർക്ക് സുക്കർബർഗ് അടുത്തൊരു പ്രോഡക്റ്റ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ ചെയ്യുന്നതിന്റെ അത്രയും എഫേർട്ട് പുള്ളിക്ക് എടുക്കേണ്ടി വരില്ല ആ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഓൾറെഡി പുള്ളി ഒരു ബ്രാൻഡാണ്. അതേപോലെ തന്നെയാണ് യൂസുഫ് അലി, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ. അത് ഫെമിലിയർ ആയിട്ടുള്ള ഏതൊരാളും, അതായത് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ഏതൊരാളും പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സാധാരണക്കാരൻ ചെയ്യുന്ന ഒരു സ്ട്രഗിളിങ് ഉണ്ടാവില്ല. ഇനീഷ്യലി എന്തായാലും ഉണ്ടാവില്ല. ഇപ്പൊ ഇലക്ഷൻ അടുത്ത് വരുന്ന ഒരു സമയമാണ്. ഏത് ബിസിനസിനും പേഴ്സണൽ ബ്രാൻഡ് അത്യാവശ്യമാണെന്ന് പറയുന്ന ഒരു കാലമാണ്. പക്ഷെ ശരിക്കും ഇത് പൊളിറ്റിക്സിൽ അതിനേക്കാൾ കൂടുതൽ ആവശ്യമായിരിക്കുമല്ലോ പേഴ്സണൽ ബ്രാൻഡിങ്. ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത് പൊളിറ്റിക്സിലാണ്. PR പേഴ്സണൽ ബ്രാൻഡിങ്. അവിടെ പേഴ്സണൽ ബ്രാൻഡിംഗ് എന്നുള്ള PR നമ്മൾ ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും നമ്മൾ PR ചെയ്യുന്നുണ്ട്. അതായത് സെലിബ്രിറ്റീസിന് ചെയ്യുന്നുണ്ട്. ഐ മീൻ ഫിലിം സ്റ്റാർസ് ആവട്ടെ, ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ആൾക്കാരാവട്ടെ, പൊളിറ്റിക്സ് ആവട്ടെ, ആർക്കാലും നമ്മൾ ഈ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ രാഷ്ട്രീയം വരുന്ന സമയത്ത് കുറച്ചുകൂടെ, അതായത് ഇതൊരു സീസൺ ആയിരിക്കും, ഒരു സീസണൽ വർക്ക് ആയിരിക്കും. പക്ഷെ അത് കുറച്ച് രസമാണ് അവർക്ക് കൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നിലവിൽ ഈ പേഴ്സണൽ ബ്രാൻഡിങ് പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ PR-നൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഈ സീസണിൽ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം വളരെ ചുരുക്കം കാൻഡിഡേറ്റ് ചെയ്തൊരു സംഭവമാണ് വോയിസ് കോൾ. ഇപ്പൊ നമുക്ക് ഒരു മണ്ഡലത്തിലുള്ള എല്ലാവരും വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പൊ മുസാഫറിനെ പോലെ അവരുടെ വോയിസിൽ ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ച് ആ കോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഏരിയയിലുള്ള ആൾക്കാരിലേക്ക് കോൾസ് പോകും. കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസ്. അതേപോലെ തന്നെയാണ് ഈ വാട്സാപ്പ്. അതായത് ഈ മണ്ഡലത്തിലെ ആൾക്കാരിലേക്ക് ഇവരുടെ പോസ്റ്റേഴ്സും കാര്യങ്ങളും ഇവരുടെ വോട്ടഭ്യർത്ഥനയൊക്കെ വെച്ചിട്ട് ഇതിലേക്ക് അത് പേഴ്സണൽ വാട്സാപ്പ് നമ്പറിലേക്ക്. ഇവൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പ്രസൻസ് ഇല്ലാത്ത ആളുകൾ പോലും വാട്സാപ്പിൽ എന്തായാലും 100% ആൾക്കാരും, അതായത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വാട്സാപ്പ് ഉണ്ട്. പിന്നെ അത് വളരെ കുറച്ചുകൂടി പേഴ്സണൽ ആണ്. ഇൻസ്റ്റാഗ്രാം ആഴ്ചയിൽ ഒരു ദിവസം തുറന്നു നോക്കുന്ന ആൾ പോലും വാട്സാപ്പ് മണിക്കൂറുകളോളം ഓരോ മണിക്കൂറിലും തുറന്നു നോക്കും. അത് പേഴ്സണൽ മെസ്സേജ് ആണല്ലോ വരുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതായത് ഈ കോൾസും ഇമ്പോർട്ടന്റ് ആണ്, ഈ വാട്സാപ്പ് മെസ്സേജ് ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഈ സീസണിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്, കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതും ഈ സംഭവമാണ്. ഈ രണ്ട് ടൂളാണ്. ഇതിന് പുറമെ പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ, അതായത് ഈ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലെയുള്ളതിൽ ഒരുപാട് സംഭവങ്ങൾ പിന്നെ വലുതാക്കി കൊണ്ടുവരാന്നുള്ളതാണ്. പക്ഷെ ഇമ്പോർട്ടന്റ്, അതായത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ഈ പറഞ്ഞ പോലെ ഈ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുള്ള കോളും അതേപോലെ തന്നെ അവരുടെ ഡയറക്റ്റ് വാട്സാപ്പ് നമ്പറിലേക്കുള്ള വാട്സാപ്പ് മെസ്സേജാണ്. ഐ മീൻ പോസ്റ്റേഴ്സ് അടക്കം വെച്ചിട്ടുള്ള വാട്സാപ്പ് മെസ്സേജ്. ഓക്കെ. അപ്പോൾ പൊളിറ്റിക്കിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് നോട്ട് പേഴ്സണൽ ബ്രാൻഡിങ്, ഇറ്റ്സ് PR. അങ്ങനെയാണ് വരാം. ഓക്കെ. അപ്പോൾ ഇവിടെയും നമുക്ക് കേരളത്തിലുള്ള ക്ലയൻസിന് വേണ്ടിയും വർക്ക് ചെയ്യുന്നുണ്ട്, വിദേശത്തുള്ള ക്ലയൻസിന് വേണ്ടിയും വർക്ക് ചെയ്യുന്നുണ്ട്. ഇലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ കേരളം, കർണാടക, തമിഴ്നാട് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മൂവി പ്രൊമോഷനും നമ്മൾ പാൻ ഇന്ത്യ ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ബിസിനസ് ക്ലയൻസ് നമ്മൾ എടുക്കുന്നത് വേൾഡ് വൈഡ് ആണ്. അപ്പോൾ ഈ വേൾഡ് വൈഡ് ഉള്ള ക്ലയൻസിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരേ രീതിയിൽ തന്നെയുള്ള സർവീസസ് ആണോ, അല്ല അവിടത്തെ സ്ട്രാറ്റജി വ്യത്യാസം ഉണ്ടാവും? ഇല്ല, നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് കേരളം, അതായത് ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് പിന്നെ GCC കൺട്രി ദുബായിലാണ്. UAE ക്ലയൻസ് ആണ് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ സ്ട്രാറ്റജീസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതായത് ഇവിടെ ഗൂഗിൾ ആഡ്സിന് ഇമ്പോർട്ടൻറ്റ് കുറവാണ്. മീൻസ് കുറവെന്നല്ല, അവിടുത്തെ അപേക്ഷിച്ച് ഇവിടെ മെറ്റാ ആഡ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത്. പക്ഷെ അവിടെ ഗൂഗിൾ ആഡ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ അവിടെ ടിക്ടോക്ക് ഭയങ്കര പവർഫുള്ളാണ്. നമ്മൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം ചെയ്യുന്ന ഒരു പവർ
അവിടെ കൊടുക്കുന്നത് ടിക്ടോക്ക് ആണ്. ഇനി സ്ട്രാറ്റജിയിൽ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവിടുത്തെ ആൾക്കാരുടെ മൈൻഡ് സെറ്റും ഇവിടുത്തെ ആൾക്കാരുടെ മൈൻഡ് സെറ്റും, അവിടെ ലിവ് ചെയ്യുന്ന ആൾക്കാർ, അതായത് അവിടെയുള്ള ആൾക്കാർ എന്നുള്ളത് ദുബായ് എന്നുള്ളൊരു ഹബ്ബാണ്, ഒരു ഇന്റർനാഷണൽ ഹബ്ബാണ്. എല്ലാ രാജ്യത്തുനിന്നുള്ള എല്ലാ കാറ്റഗറിയും ചെറിയ ആൾക്കാരും ഉണ്ടാവും, മിഡിലുണ്ടാവും, വലുതും ഉണ്ടാവും. നമ്മൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മോസ്റ്റ്ലി എല്ലാവരും ഒരേ മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരാണ്. ഡിഫറെന്റ് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ വളരെ റയറാണ്. പക്ഷെ ദുബായിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടുത്തെ സ്ട്രാറ്റജി അവിടുത്തെ രാജ്യം ഭയങ്കര ഡിഫറെന്റ് ആണ്. പക്ഷെ ദുബായ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇവിടെ എഫക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റിസൾട്ട് നമുക്ക് ദുബായിലാണ് കിട്ടുന്നത്. അത് ദുബായ് ക്ലയൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ട് അവിടെ നമുക്ക് ഇവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെയാണ് കൂടുതൽ. മൂവി പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ. മൂവി പ്രൊമോഷൻസ് എന്താണ്, എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയുക. മൂവി പ്രൊമോഷൻസ് ആക്ച്വലി എൻ്റെ ബേസ് എന്നുള്ളത് മൂവിയാണ്. അതായത് ഞാൻ സിനിമ പഠിച്ച് സിനിമയിലൂടെ മാർക്കറ്റിംഗിലേക്ക് എത്തിയ ഒരാളാണ്. എൻ്റെ തുടക്കവും മൂവി പ്രൊമോഷനിലൂടെ തന്നെയാണ്. അതിപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ആദ്യം നമ്മൾ ചെയ്തിരുന്നത് ഈ സോഷ്യൽ മീഡിയ, അതായത് ഒരുപാട് പേജസ് എടുത്ത് അതിൽ പോസ്റ്റേഴ്സും റിലീസാവുന്ന ടീസറും ട്രെയിലറും സോങ്സും ഇതൊക്കെ മാത്രമാണ് നമ്മൾ കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പം അതിൻ്റെ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടെ വൈഡായിട്ടുണ്ട്. അതായത് ഒട്ടുമിക്ക ആൾക്കാരും ഇന്റർവ്യൂവിലേക്ക് ഇറങ്ങി. ഒട്ടുമിക്ക എല്ലാവരും എല്ലാ സിനിമയും ഇന്റർവ്യൂവിലേക്ക് ഇറങ്ങി. അതിന് പുറമേ വരുന്നത് ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതായത് അതിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ ഈ ട്രോൾ പേജസിനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് പലതും ഓപ്പണായിട്ട് പറയാൻ പറ്റാത്ത കുറച്ച് സീക്രട്ട് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട് അങ്ങനെ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ചെയ്ത സിനിമകളൊക്കെ വലിയ വിജയങ്ങളാണ്. ഇപ്പൊ പലപ്പോഴും ചില സിനിമകൾ അത്ര വിജയം അർഹിക്കുന്നില്ല എന്ന് ആസ് എൻ ഓഡിയൻ നമുക്ക് തോന്നും. അത്തരത്തിലുള്ള മൂവീസിനൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ നമ്മളോട് പറയും തിയേറ്ററിൽ ആൾക്കാർ എത്തണം, അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെയാണ് കരുതേണ്ടതെന്നുള്ളത്. അതായത് നമ്മൾക്ക് തന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഇതല്ലല്ലോ നമ്മൾ ചെയ്ത മാർക്കറ്റിംഗ്, നമ്മൾ മാർക്കറ്റ് ചെയ്ത് വേറൊരു രീതിയിലാണല്ലോ എന്നുള്ളൊരു തോന്നൽ വരെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് വേറൊരു ടൈപ്പ് ഓഫ് ഓഡിയൻസിനുള്ള സിനിമയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ കയറുമ്പോഴേക്കും മേ ബി ആ സിനിമ ആയിരിക്കില്ല. അങ്ങനെ വരെ നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കും സിനിമ എനിക്ക് തോന്നുന്ന ഒരു പെർട്ടിക്കുലർ സിനിമ ഒരു പ്രത്യേക തരം ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിനായിരിക്കും ഇഷ്ടപ്പെടുക. അപ്പൊ അത് ആ കൃത്യമായ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ആർക്കുള്ള സിനിമയാണെന്ന് മനസ്സിലാക്കി മാർക്കറ്റ് ചെയ്യുക. സിനിമയിൽ ഏറ്റവും സേഫ് ജനറൽ ആയിട്ട് കൊടുക്കുന്നതാണ്. അതായത് എല്ലാ ആൾക്കാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ സിനിമകൾ ഉണ്ടാക്കുന്നതാണ് സിനിമക്കാർക്ക് സേഫ്. അതാണ് സേഫ്. അതിനപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓരോ കാറ്റഗറി, അതായത് ഫാൻസിന് വേണ്ടിയിട്ട് ഇറക്കുന്ന സിനിമകൾ ഉണ്ടാവാം. അതായത് മറ്റൊരു ഏരിയയിൽ നോക്കുമ്പോൾ കോമഡി ഉണ്ടാവും, ത്രില്ലർ ഉണ്ടാവും, ഹൊറർ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിന് എല്ലാ ഓഡിയൻസും പോയി കാണണം എന്നില്ല. പക്ഷെ ജനറൽ ആയിട്ട് പോകുന്ന ഇപ്പൊ ഫാമിലി മൂവി, ഫാമിലി എന്റർടൈൻമെന്റ്, ഈ സംഭവങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ എന്റർടൈൻ ചെയ്യുന്നതാണ് സിനിമ, എസ്പെഷ്യലി ഫോർ മലയാളീസിനെ സംബന്ധിച്ചിടത്തോളം 2 മണിക്കൂർ തിയേറ്ററിൽ പോകുമ്പോൾ ബാക്കിയുള്ള ടെൻഷൻ മാറ്റി വെച്ച് കുറച്ചൊന്ന് ഹാപ്പി ആയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള സിനിമയാണ് എപ്പോഴും സേഫ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വലിയ വിജയങ്ങൾ നേടിയ പല സിനിമകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്നത് പോലെ ജനറൽ ആയിട്ട് എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന പല എലമെന്റ്സ് അതിൽ വെച്ചിട്ടുണ്ടാവും. അതെ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ മാത്രം പോകുന്ന സിനിമയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജനറലായിട്ട് പോകുന്ന സിനിമയേക്കാളും കളക്ഷൻസ് കുറച്ച് കുറവായിരിക്കും. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പലതരം മാർക്കറ്റിങ്ങുകളിൽ ഒന്നാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. അപ്പൊ ഇത് ഏത് രീതിയിലാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെ ചൂസ് ചെയ്യുക? അതായത് ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് എങ്ങനെ ചൂസ് ചെയ്യാന്നുള്ളത് എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ പറയാൻ പറ്റുന്ന മുസാഫിറിനായിരിക്കും. എങ്കിലും ഞാൻ എൻ്റെ ഭാഗത്ത് ഞാൻ പറയാം. അതായത് ഒരു ബ്രാൻഡ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ച് മാർക്കറ്റിംഗ് ചെയ്യിക്കാറുണ്ട്. നമ്മളെ കൂടുതൽ ആൾക്കാർ വിളിക്കുന്നത് ബൾക്ക് ഓഫ് ഇൻഫ്ലുവൻസേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് ഒരു 100 പേര്, 50 പേര്, 25 പേര് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളെ കൂടുതലും ബ്രാൻഡ് വിളിക്കുന്നത്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ ബ്രാൻഡിന്റെ ഓഡിയൻസ് ഏത് ഇൻഫ്ലുവൻസേഴ്സിനാണ് ഉള്ളത്, അല്ലെങ്കിൽ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഓഡിയൻസ് നമ്മുടെ ഈ പറയുന്ന ബ്രാൻഡുമായി മാച്ച് ആയതാണോ എന്നുള്ള രീതിയിലാണ് നോക്കുക. അതിനപ്പുറത്തേക്ക് വരുന്നത് പക്ഷേ ഇൻഫ്ലുവൻസേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ ഒരു കണ്ടന്റ് ക്രിയേഷൻ റൂട്ട് ഉണ്ടല്ലോ. കണ്ടന്റ് ക്രിയേഷൻ റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും പറയുമ്പോൾ നമ്മളൊരു ഹുക്ക് കൊടുക്കണം, പിന്നെ ഒരു സ്ക്രിപ്റ്റിംഗ് കൊണ്ടുപോകുന്ന റൂട്ട് ഉണ്ട്. അതിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ മുസാഫിറാണ്. കേരളത്തിലുള്ള ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കണ്ടന്റ് ക്വാളിറ്റി ഏറ്റവും ഡെപ്ത്, അതിനൊരു ജീവൻ തോന്നിയത് മുസാഫിറിന്റെ കണ്ടന്റ്. അത് ഞാൻ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് പറയുന്നല്ല, എൻ്റെ ഏതൊരു ക്ലയന്റ് വന്നു കഴിഞ്ഞാലും ഫസ്റ്റ് ഒരു ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരെന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുക മുസാഫിറിന്റെ പേരായിരിക്കും. കാരണം അതിലെനിക്ക് ഭയങ്കര കോൺഫിഡൻറ്റ്. കാരണം മുസാഫിർ എൻ്റെ ഏതൊക്കെ ബ്രാൻഡിന് വീഡിയോ ചെയ്തിട്ടുണ്ടോ അതിലൊക്കെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് എന്താണെന്ന് അറിയില്ല, നിന്റെ കണ്ടന്റ് ഭയങ്കര ഡെപ്താണ്, ഒരു ജീവനാണ്. എനിക്കതിൽ തോന്നിയിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്.
എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഒരു പ്രോഡക്റ്റോ സർവീസോ പരിചയപ്പെടുത്തുന്ന ആൾക്ക് സെയിൽസ് അറിഞ്ഞിരിക്കണം. സെയിൽസിൽ എന്ത് പറയണം, എങ്ങനെ പറയണം, എന്ത് പറയാൻ പാടില്ല എന്നുള്ളൊരു ബോധം വേണം. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 10 വർഷത്തെ ഇവിടത്തെയും UAE-യിലുള്ളൊരു സെയിൽസ് എക്സ്പീരിയൻസ് അതിന് ഗുണം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത്, കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് ഞാൻ റേഡിയോയിൽ സംസാരിക്കുകയാണ്. റേഡിയോയിൽ വളരെ ക്രിയേറ്റീവായിട്ട് ഒരു കാര്യം ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ചുരുക്കി പറയണം. അപ്പോൾ ആ ഒരു സ്കില്ലും എനിക്കുണ്ട്. മൂന്നാമത്തത്, ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്തു വന്ന പല കാര്യങ്ങൾ കൊണ്ട് ഓഡിയൻസിനിടയിൽ എനിക്കുണ്ടായ ഒരു ക്രെഡിബിലിറ്റിയും ട്രസ്റ്റുമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ 3 കാര്യങ്ങളായിരിക്കും അൽത്താഫ് പറഞ്ഞ. അല്ല, അതിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യമുണ്ട്. മുസാഫിറിന്റെ ഫേസിന് ഓൾറെഡി ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ട്രസ്റ്റ് ഉണ്ട് ഓഡിയൻസിനിടയിൽ. മുസാഫിർ വെറുതെ ഒരു കാര്യം വന്ന് പറയില്ല എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് അവിടുന്നല്ല. അതായത് മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിക്ക് SMA അസുഖം വന്ന സമയത്ത് ഈ 18 കോടിയുടെ ഒരു ഇഞ്ചക്ഷൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായി. എനിക്ക് തോന്നുന്നത് അതിനു മുമ്പ് നമ്മൾ കൂടുതലും ചാരിറ്റി വീഡിയോ കണ്ടത് ഈ ഫിറോസ് കുന്നംപറമ്പിൽ പോലെയുള്ള ആൾക്കാരുടെയാണ്. അന്ന് 1 കോടിയൊക്കെ ആയിരുന്നു മാക്സിമം എമൗണ്ട്. അത് ഒരുപാട് ദിവസം എടുത്തിട്ടാണ് ആ 1 കോടിയൊക്കെ അച്ചീവ് ചെയ്തത്. മുസാഫിറിൻ്റെ വീഡിയോ പെട്ടെന്ന് വൈറലായി. ചുരുങ്ങിയ സമയം കൊണ്ട് 18 കോടിക്ക് പകരം നമ്മുടെ ലോക മലയാളികൾ കൊടുത്തത് 48 കോടി. അതും ചുരുങ്ങിയ സമയം കൊണ്ട്. അവസാനം അക്കൗണ്ട് ക്ലോസ് ചെയ്യാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇന്നും കേരളത്തിലെ റെക്കോർഡ് ചാരിറ്റി അത് തന്നെ ആയിരിക്കും. പക്ഷെ അതിനൊരു പ്രത്യേകത ഉണ്ട്. അത് സാധാരണ ഒരാൾ ചെയ്യുന്നത് പോലെ മുസാഫിർ ആ വീട്ടിൽ പോയിട്ട്, ഇതെൻ്റെ നാട്ടിലൊരു കുട്ടിയാണ്, ഈ കുട്ടിക്ക് ഇന്നൊരു അസുഖമുണ്ട്, പിന്നെ ഇത്ര രൂപയുടെ ഇഞ്ചക്ഷൻ വേണം, നിങ്ങൾ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ വീഡിയോ അത്ര റീച്ച് ഉണ്ടാവില്ല. അതിലൊരു ശ്രദ്ധിച്ചിട്ടോന്നറിയില്ല, അതിലൊരു ക്യൂരിയോസിറ്റി കൊടുത്തിട്ടാണ് മുസാഫിർ തുടങ്ങിയത്. എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, വേൾഡിൽ ഏറ്റവും വില കൂടിയ മരുന്ന് ഏതാണെന്ന് അറിയാം. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ആ അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് കേൾക്കും. അതിനുശേഷം ഇത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയോ. അപ്പോൾ നമ്മൾ അടുത്ത ക്യൂരിയോസിറ്റി വരിക. അപ്പോൾ ഇന്ന് അസുഖത്തിനാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് അമേരിക്കയിലോ ആഫ്രിക്കയിലോ മറ്റെവിടെയെങ്കിലും അസുഖത്തിനായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ ക്യൂരിയോസിറ്റി വരാം, ഇതുള്ളത് എൻ്റെ നാട്ടിലാണ്. പിന്നെ നമ്മൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യില്ല. എന്നെക്കാൾ നന്നായിട്ട് ആ സ്ക്രിപ്റ്റിന്റെ റൂട്ട് പറയാനാണ്. തീർച്ചയായിട്ടും ഇത് എൻ്റെ പരിപാടി ഇതാണല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പഠിക്കുക, അല്ലെങ്കിൽ ഒരു കണ്ടന്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുക എന്നുള്ളതല്ലേ. അതാണ് ആ കണ്ടന്റിന്റെ ലൈഫ്. അതാണ് ചുരുങ്ങിയ സമയം കൊണ്ട് മലയാളികളെ, അതായത് എനിക്ക് തോന്നുന്നു ആ വീഡിയോ കണ്ട ആൾക്കാർ, ഫസ്റ്റ് ടൈം കണ്ട ആൾക്കാർ 95% ആൾക്കാർ സ്കിപ്പ് ചെയ്യാതെയും കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് ആ കറക്റ്റ് എവിടെയാണോ അതിൻ്റെ കൺക്ലൂഷൻ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അത് ഉൾപ്പെടുത്തുന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് വല്ലാതെ ഹാർട്സ് ഓഫ് മാൻ. താങ്ക് യു മാൻ. ഇപ്പോൾ ചില ക്ലയൻസിന് ഒരു നിർബന്ധം ഉണ്ടാവും, റീച്ച് ഓർഗാനിക്കലി തന്നെ ആയിരിക്കണം, മെറ്റ ആഡ്സ് വേണ്ട. ആഡ് ചെയ്തിട്ട് അങ്ങനെ റിസൾട്ട് ഒന്നും കിട്ടില്ല എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ മെറ്റ ആഡ്സിന്റെ റിസൾട്ട് എത്രത്തോളമാണ്. മെറ്റ ആഡ്സ് സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്ന ഒരു മേഖലയാണ്. അതായത് വളരെ തുച്ഛമായ എമൗണ്ടിൽ കൂടുതൽ റിസൾട്ട്, സെയിൽസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മേഖലയാണ് മെറ്റ ആഡ്സ്. അത് ഇന്ന് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അവരൊക്കെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന മെറ്റ ആഡ്സിന്. എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ കസ്റ്റമർ ആവാൻ സാധ്യത ഒരു 10 ലക്ഷം ആൾക്കാരിലേക്ക് ഈ പ്രൊഡക്റ്റോ സർവീസോ എത്തിക്കുന്നു. ഈ 10 ലക്ഷം ആൾക്കാരും അത് ശ്രദ്ധിക്കണം എന്നില്ല. അതിന്റെ ഒരു 10% വെറും 1 ലക്ഷം ആൾക്കാർ അത് മുഴുവനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. മുഴുവനായിട്ട് ശ്രദ്ധിച്ച 1 ലക്ഷം ആൾക്കാർക്കും അതിൽ താല്പര്യം ഉണ്ടാവണമെന്നില്ല. അതിന്റെ ഒരു 10% വെറും 10,000 ആൾക്കാർക്ക് മാത്രമേ അതിൽ താല്പര്യം ഉണ്ടാവേണ്ടുള്ളൂ. അതിൽ നിന്ന് 1000 ആൾക്കാർ, വെറും അതിന്റെ 10% ആൾക്കാർ കൺവേർട്ട് ആയാൽ പോലും അതൊരു വലിയ റേഷ്യോ ആണ്. 100 ആൾക്കാർ കൺവേർട്ട് ആയാൽ മതി ഒരു പ്രോഡക്റ്റ്. ഒരു വീഡിയോയിൽ നമുക്ക് ഈ 10 ലക്ഷം ആൾക്കാർ കണ്ടതിൽ 100 ആൾക്കാർ കൺവേർട്ട് ആയാൽ തന്നെ നമ്മൾ പ്രോഫിറ്റ് ആണല്ലേ. 1000 എന്നുള്ളത് വലിയ റേഞ്ചാണ്. അതിപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ പിന്നെ അതാണ് ഇതിന്റെ പ്രത്യേകത. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്ന സമയത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും സോഷ്യൽ മീഡിയയിൽ വരുന്നത്. കണ്ടന്റ് പോട്ടെ, അത് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ്. നമ്മൾ ടെൻഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈഫായിട്ട് തല്ലുകൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് മൊത്തം ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയും അവർ കാണുന്ന ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കുക. ആഡ് നമ്മൾ എങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമ്പയിൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാം. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു ഉദാഹരണം, സ്വർണം വാങ്ങിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ സ്വർണ്ണം ആവശ്യമില്ലാത്ത ഒരാൾ ഒരിക്കലും ഒരു ജ്വല്ലറിയുടെ പരസ്യം കണ്ടിട്ട് കാര്യമില്ല. അതായത് വീട്ടിൽ കല്യാണമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്വർണ്ണത്തോട് കൂടുതൽ പാഷനോ വാങ്ങിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ സ്വർണ്ണം ആഡ് കണ്ടിട്ടേ കാര്യമുള്ളൂ. അതേപോലെ തന്നെ നല്ല ഏറ്റവും പെട്ടെന്ന് ഉദാഹരണം പറയാൻ പറ്റുന്നത് കാറാണ്. ഇപ്പം നമ്മളൊരു കാറ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അന്ന് മുതൽ നമ്മൾ കാണുന്ന കാറിൻ്റെ പരസ്യമായിരിക്കും. പക്ഷെ അതെങ്ങനെയുള്ള കാറായിരിക്കും? നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ബ്രാൻഡിലുള്ള കാറായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ബഡ്ജറ്റ് എന്താണോ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബഡ്ജറ്റുള്ള കാറേ നമ്മൾ കാണുള്ളൂ. അതായത് ഒരു മാരുതി സ്വിഫ്റ്റ് അല്ലെങ്കിൽ പിന്നെ ടൊയോട്ടയുടെ ചെറിയ വണ്ടി വാങ്ങിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ ഒരിക്കലും BMW-യുടെയും റേഞ്ച് റോവറിന്റെയും പരസ്യം കാണില്ല. അവരിതും കാണില്ല. അതാണ് ഡിഫറെന്റ്. അപ്പൊ കറക്റ്റ് ഓഡിയൻസിലേക്കായിരിക്കും ഇത് എത്തുന്നത്. ഇനി വൺസ്
ഇത് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിൽക്കൂല, പിന്നെയും എന്നെ വാങ്ങിക്കും ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. അതാണ് റീടാർഗറ്റിംഗ്. അവിടെയാണ് കൂടുതൽ ഈ സെയിൽസ് സംഭവിക്കുന്നത്. നേരത്തെ മുസാഫിർ പറഞ്ഞതുപോലെ ഫിൽട്ടർ ചെയ്ത് അവസാനത്തെ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ആൾക്കാരാണ് പിന്നെയും പരസ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരിൽ ഭൂരിഭാഗം ആൾക്കാരും ഈ സാധനം വാങ്ങിക്കും. എന്താണോ ഈ പ്രോഡക്റ്റ് അത് അവർ വാങ്ങിക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സ്, ഐ മീൻ വ്ളോഗേഴ്സ്, ഇവർ ഒരുപാട് പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്. മുസാഫിറിന്റെ പ്രൊഫൈലിൽ നോക്കുമ്പോൾ അത്രയും പ്രൊമോഷൻസ് കാണുന്നില്ല, വളരെ ചുരുങ്ങിയ പ്രൊമോഷൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് ഈ ബ്രാൻഡ് മുസാഫിറിനെ കണക്ട് ചെയ്യാത്തതുകൊണ്ടാണോ, അല്ല മുസാഫിർ ഫിൽട്ടർ ചെയ്യുന്നതാണോ? അല്ല, ഞാൻ നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്യും. അതിന്റെ കാരണം ഈ പറയുന്നത് പോലെ ഒരു ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും എൻ്റെ ഫേസിന് ഓഡിയൻസ് എനിക്ക് തന്നിട്ടുണ്ട്, ഇവിടെയുള്ള ജനങ്ങൾ. അപ്പോൾ അതെനിക്കൊരു ഉത്തരവാദിത്വം പോലെയാണ് ഞാൻ അതിനെ കാണുന്നത്. ഇപ്പോൾ എനിക്കോ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആളുകൾക്കോ ഉപയോഗിക്കാൻ 100% ഒരു അഷ്വറൻസ് ഉള്ള പ്രോഡക്റ്റും സർവീസും ആണ് ഇതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ അതിൻ്റെ ഒരു പ്രൊമോഷൻ ഏറ്റെടുക്കാറുള്ളൂ. അപ്പോൾ പല ബ്രാൻഡുകളും എന്നെ സമീപിക്കുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തി എനിക്ക് ഈ പറയുന്നത് പോലെ ഒരു 100% കൺവിക്ഷൻ വന്നാൽ മാത്രമാണ് ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറാവുന്നത്. അതുകൊണ്ടാണ് നമ്പേഴ്സ് ലിമിറ്റഡ് ആവുന്നത് ആക്ച്വലി.